സാമൂഹ്യ പ്രവർത്തകയുമായ അവർ ലേഡീസിൽ നാം സമീപിക്കുന്ന ഏതൊരു പരിപാടിക്കും പിന്തുണ നൽകുകയും ചെയ്യുന്ന ശ്രീമതി രൂപ ജോർജിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ അധ്യാപകരായിട്ടുള്ള നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഈ ഒരു ഗ്യാലറിയിൽ വരാൻ സാധിച്ച വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. ജൂൺ 19 വായനാദിനം ഇത് പല സ്കൂളുകളിൽ നിന്നും ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ സിസ്റ്റർ ആദ്യമേ പറഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് എനിക്കറിയാം ഇവിടുത്തെ പരിപാടികളിലെല്ലാം പങ്കെടുത്ത് നമ്മളിപ്പോൾ ഒരു ഫാമിലിയായി. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻവിറ്റേഷൻ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ടിരുന്ന ഓടിയെത്തി. അപ്പോൾ ഈ ഒരു ആഴ്ച 1 വീക്ക് അല്ലേ വായനാ ദിനം നമ്മൾ കൊണ്ടാടുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ തന്നെ 5-ാം തീയതി പരിസ്ഥിതി ദിനം, അത് കഴിഞ്ഞിട്ടാണ് ഈ വായനാ ദിനം, ഇനി അടുത്ത യോഗ ദിനം, ഒരുപാടൊക്കെ അതെ അതുകൊണ്ട് ആന്റി പിന്നെ സമുദ്ര ദിനം എന്ന് കഴിഞ്ഞു. സമുദ്ര ദിനം പല ദിനങ്ങൾ നമ്മൾ പത്രത്തിലൂടെയൊക്കെ അതും വരുമല്ലോ. അപ്പൊ അങ്ങനെ അറിയുന്നു. ലഹരി വിരുദ്ധ ദിനം, എനിക്കൊന്ന് ബ്രഷ് ചെയ്തു അല്ലെ, കുറെ സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ പല ദിനങ്ങൾ വരുന്നുണ്ട്. കർഷക ദിനം. അപ്പോൾ ഇതൊക്കെ ഒരു ദിനം മാത്രമായിട്ട് ഒതുക്കാതെ എനിക്കൊന്ന് 365 ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ്. വായിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു ദിവസം നമുക്ക് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്കൊരു ബോധവൽക്കരണം ചെയ്യാം. പക്ഷേ വായന എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ പത്രം വായിക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിൽ അവിടെ മലയാള മനോരമയുണ്ട്, ഹിന്ദുവുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ കടമ്പുകുടി സ്കൂളിൽ മനോരമ വായനക്കുള്ളതിൻ്റെ ഭാഗമായിട്ട് മനോരമ ഇന്നിപ്പോൾ ഞങ്ങൾ 3 മണിക്ക് കൈമാറുകയാണ് കടമ്പുകുടി ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ 2 മക്കൾ പത്രം വായിക്കുന്നില്ല, ഞാൻ വായിക്കുന്നത് കണ്ടിട്ട് നമ്മൾക്ക് ഞാനതാ വിചാരിക്കുന്നത്. ഇത് ശരിക്കും ഇതിപ്പോൾ ഈ ഒരു ടെക്നോളജിയിൽ ജീവിക്കുകയും ചിന്തിക്കുകയും വളരുകയും ചെയ്യുന്ന തലമുറയ്ക്ക് അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അവരെ വായിക്കാനും ആ വായനയിലോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പത്രം തന്നെ എനിക്ക് മനസ്സിലാവില്ല അത് എന്തുകൊണ്ട് അത് വായിക്കുന്നില്ല എന്നുള്ളത്. ഇത്രയും എനിക്കാണെങ്കിൽ ഒരു ദിവസം പത്രം വായിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാവിലെ തന്നെ ആ പത്രം കൈ കിട്ടണം, ആദ്യമേ അത് വായിക്കണം എങ്കിലേ അതുമല്ല ഞാനൊക്കെ എന്റെയൊക്കെ ഓർമ്മയിൽ ഈ മനോരമയൊക്കെ വായിച്ച് മനോരമയൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് തുടങ്ങുന്ന രീതിയിൽ അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ശീലങ്ങൾ. പിന്നെ എവിടെയെങ്കിലും ഒരു യാത്ര പോയി മടങ്ങി വന്നാൽ അപ്പം തന്നെ അവിടെ ആദ്യം അന്വേഷിക്കുന്ന പത്രമാണ്. എന്നിട്ട് അതൊക്കെ അപ്പൊ ചിലർ ചോദിക്കും ആദരാഞ്ജലികളാണ് പോകുന്നത്. ഞാൻ ആദരാഞ്ജലിയൊന്നുമല്ല, ഓരോരുത്തരും ഓരോ ആംഗിൾസാണ് ഓരോരുത്തർ വീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു അതല്ല നോക്കുന്നത്. അല്ലാതെ തന്നെ കാഴ്ചപ്പാട് പേജുണ്ട്, സ്പോർട്സ് പേജുണ്ട്, സ്പോർട്സ് പേജ്. അതുപോലെ തന്നെ എത്രമാത്രം ഇൻഫോർമേറ്റീവ് ആണ് ഈ സപ്ലിമെന്ററി ഒക്കെ ഉണ്ടല്ലോ, മനോരമ സപ്ലിമെന്ററി, ഇന്നത്തെ ചിന്താവിഷയം, ശുഭദിനം, ഇതൊക്കെ അത് ഞാൻ പറയുന്നത് ഓരോരുത്തർ കാണുന്ന കാഴ്ചപ്പാട്. ഇപ്പൊ ആന തന്നെ പല സൈഡിൽ നമ്മൾ കാണുമല്ലോ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ആദരാഞ്ജലികൾ നോക്കാൻ മാത്രമേ എനിക്കിതുവരുണ്ടാവുമായിരിക്കും. അപ്പൊ ഓരോന്നും നമ്മൾ വീക്ഷിക്കുന്ന രീതിയാണ്. പക്ഷെ ഞാൻ പറയുന്ന പോലെ നമ്മളുടെ ഈ ടെക്നോളജി ജനിച്ച് വളരുന്ന കുട്ടികളെ ഈ വായനാ ശീലത്തിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മൾ ഈ അധ്യാപകരുടെയും ആ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ നമ്മളെ കണ്ടിട്ട് പോലും അവർക്ക് വായിക്കാൻ തോന്നുന്നില്ല, അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ വായിച്ചാൽ മാത്രമേ വളരുള്ളൂ. പിന്നെ വായനയിലൂടെ നമ്മൾ ഒരു ജീവിതമല്ല, 1000 ജീവിതങ്ങൾ ജീവിക്കുന്നു. മറ്റേത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ കിണറ്റിലെ കവലെ പോലെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾക്കാണ് എല്ലാ ദുരന്തങ്ങളും, നമ്മൾക്കാണ് ഈ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഒരു വശം മാത്രമേ കാണുള്ളൂ. പക്ഷെ വായിക്കുമ്പോൾ നമ്മൾ പല കാഴ്ചപ്പാടും പലരുടെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോവുകയാണ്. ശരിയല്ലേ? അപ്പോൾ ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ DC ബുക്സ് വരെ പോയി ഓൺലൈനിലൂടെ ജസ്റ്റ് പുസ്തകങ്ങളൊക്കെ നോക്കാനൊക്കെ. അപ്പൊ അതിൽ സുധാമൂർത്തിയുടെ പുസ്തകങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ദിവ്യയുടെ കയ്യൊപ്പിട്ട വഴികൾ, അതുപോലെ പല ആത്മകഥകളുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഇതൊക്കെ നമ്മൾ തുറന്നും മാധവ്യാസിന്റെ ഒക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ തുറന്നു വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്.
മറ്റേത് നമ്മൾ വളരെ സ്വാർത്ഥരായിട്ട് നമ്മുടെ ജീവിതത്തിലാണ് പ്രതിസന്ധികൾ, നമുക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അതിൽ മാത്രം നമ്മൾ ചിന്തിച്ചിരിക്കുക. അപ്പൊ നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല, ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ വായിക്കാൻ നമ്മൾ ആവുക തന്നെ ചെയ്യാം. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് അതിന് പ്രസക്തിയുണ്ട്. കാരണം ഇന്നെല്ലാം യാന്ത്രികവും യന്ത്രവൽക്കരണം എല്ലാം. ഇപ്പൊ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം മനോരമയിൽ എനിക്ക് ടെസി തോമസ് ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ റോബോട്ട്സ് വെൽക്കം ചെയ്യും. കണ്ടില്ലേ, റോബോട്ടുകൾക്ക് കൈ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഫുൾ യന്ത്രം ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ജനറേഷനിലൂടെയായിട്ട് ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. അതിൽ ഇന്നിപ്പോൾ എല്ലാം ഓൺലൈൻ വഴി നമ്മൾ ഓർഡർ ചെയ്തു, മിക്കവരും വർക്ക് ഫ്രം ഹോം അല്ലെ. അപ്പൊ ഈ വീടുകൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ തുരുത്തിൽ പോലെ ഇരിക്കുകയാണ്. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഡോറടിച്ചിരിക്കുന്നു, വേറൊരാൾ വേറെ വർക്ക് ഫ്രം ഹോം കഥ കളിച്ചിരിക്കുന്നു. അപ്പോൾ ആരും പരസ്പരം സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാം പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്യുക. ഒരു മുഖത്തോട് മുഖം തന്നെ ആരും നോക്കുന്നില്ല. ഇപ്പൊ മെസ്സേജസും ശ്രദ്ധിച്ചോ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന രീതി ശ്രദ്ധിച്ചു. എന്തിന് എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത്, ചില സമയത്ത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ തന്നെ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഹാർട്ട് സൈഡ് ഉണ്ട്. എന്നിട്ട് പിന്നെ അത് വെപ്പാട് കൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് അയ്യോ ആർട്ടല്ലാതെ കാര്യം മരിച്ചു പോയി സന്തോഷിക്കും. അല്ല, അവർ ഈ വെപ്രാളം കൊണ്ട് എന്താ ഇടുന്നത്, പിന്നെ അതെനിക്ക് അയ്യോ സോറി ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലേ, സിമ്പിളായി. പിന്നെ അതിന്റെ കൺട്രോളൻസ് എഴുതുമ്പോൾ തന്നെ ഹാർട്ടി കൺട്രോളൻസ്, ഹാർട്ടി എന്ന് പറഞ്ഞാൽ ഹാർട്ടി കൺഗ്രാജുലേഷൻ, ഒരു സന്തോഷം എന്താ എഴുതുന്നത് ഹാർട്ട് വെച്ച്. അപ്പൊ നമ്മുടെ ഞാൻ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെ നമ്മളെല്ലാം ഈ ഇമോജീസിലൂടെ ആയതോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതുകൊണ്ട് പക്ഷെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതായത് ഇപ്പം ഇതൊക്കെ വളരെ സെന്റിമെന്റൽ, ഇമോഷണൽ, ഹൈലി ഇമോഷണൽ കണ്ടന്റ് ഒക്കെ വരുമ്പോൾ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അപ്പം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ മക്കൾ തന്നെ ഒരു തവണ കാണിച്ചിരുന്നത് അമ്മ ഇത് നോക്കിയും മരിച്ചു പോയി പറഞ്ഞ അവസ്ഥ. അപ്പൊ നമുക്കിങ്ങനെ ചിരി പൊട്ടുക. അപ്പൊ ഈ കുട്ടികൾക്ക് വരെ അതൊരു തമാശയാണ്. അപ്പൊ നമ്മളത് ചിന്തിക്കണം നമ്മുടെ ഒരു പ്രവൃത്തികളൊക്കെ. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു തലമുറയാണ്. ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ തന്നെ ശ്രദ്ധിക്കും. യാതൊരു രീതിയിലും ഒരു ശ്രദ്ധയില്ലാതെ അശ്രദ്ധയോടുകൂടിയാണ് ഓരോ മെസ്സേജസ് ഫോർവേഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് യാതൊരു പ്രസക്തിയും ഇല്ല, വിലയും ഇല്ല, വെറുതെ ഒരു യാന്ത്രികമായിട്ടല്ലേ, ചുമ്മാ ആർക്കും ഉപകാരമില്ലാതെ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബുദ്ധി, ദൈവം മനുഷ്യനാണ് എല്ലാ രീതിയിലുള്ള ചിന്താശേഷിയും ശക്തിയും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വീട്ടിലിരുന്ന് എൻ്റെ ഏറ്റവും വലിയ പുസ്തകം റീഡിങ്ങിൽ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വഴികാട്ടിയായിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ ഞാൻ ആ ബൈബിൾ ദിവസവും വായിക്കാറുണ്ട്. അപ്പൊ അതിന് 2 ഭാഗങ്ങൾ എന്നും ഞാൻ വായിക്കും. ഒന്ന് എനിക്കൊന്നും നമ്മുടെ ഞങ്ങളുടെ മർത്തോമ ബൈബിളിൽ യബേസ് എന്നാണ്, പക്ഷെ എനിക്കൊന്നും നിങ്ങൾ യാബസ് എന്ന് പറയണം. അപ്പൊ യാബസിന്റെ ആ പ്രാർത്ഥന, എന്നെ അനുഗ്രഹിച്ച് എന്നെ അതിരുകൾ വിസ്തൃതമാക്കണം, ആ പ്രാർത്ഥന ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ വഴിയിൽ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും മനസ്സിൽ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്, ലോർഡ് ബ്ലെസ് മീ ആൻഡ് എൻലാർജ്, എക്സ്പാൻഡ് മൈ ടെറിട്ടറി. എക്സ്പാൻഡ് മൈ ടെറിട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനുഗ്രഹം, നമ്മൾക്കുള്ള കഴിവ്, സ്ട്രെങ്ത്, ടാലന്റ്, ശക്തി അത് നമ്മളിൽ തന്നെ ഒതുങ്ങാതെ ബി എ ബ്ലെസ്സിംഗ് ടു എവരിവൺ. നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ തയ്യാറാവും. ഒരുപാട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രയറാണ്. നമ്മളിൽ തന്നെ ഒതുങ്ങാതെ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഒരു ദൗത്യം, ഒരു മിഷനോട് കൂടിയാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. അപ്പൊ അത് പാഴാക്കരുത്, ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ഇപ്പൊ ഒരു പാട്ട് തന്നെയുണ്ടല്ലോ, ഹരികൃഷ്ണൻസ് സിനിമയിൽ ഞാൻ പറയാം, മമ്മൂട്ടി മോഹൻലാലിന്റെ കൈതപ്രം വരികൾ എഴുതിയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് സംഗീതം ചെയ്ത സമയം ഈ അപൂർവ സായാഹ്നമാണ്. അപ്പൊ അതിന് സമയം ഈ അപൂർവ സൗഭാഗ്യം എന്ന് പറയേണ്ട ഒരു കാലഘട്ടമാണ്. ഇതൊക്കെ സമയം വളരെ വിലപ്പെട്ടതാണ് അല്ലെ. ഈ സ്വിറ്റ്സർലൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവിടെ ചൈൽഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അതായത് ഈ മുതിർന്നവരെ, പ്രായമായിട്ടുള്ളവരെ നോക്കാനായിട്ട് ചെറുപ്പക്കാർ വോളണ്ടിയേഴ്സ് അവരുടെ സമയം ആ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇത്ര സമയം നോക്കാം എന്ന് പറഞ്ഞ ചൈൽഡ് ബാങ്ക്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത് സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ നമ്മുടെ മുന്നിലുള്ളത് ഹൈലി എന്താ പറയുക യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ചെലവഴിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഈ കംപ്ലൈന്റ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് കുറ്റം പറഞ്ഞ് കളയാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ
ഈ ഒരു പ്രാർത്ഥന എക്സ്പാൻഡ് മൈ ടെറിട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ വിശാലമാണ്, ഇടിമേറ്റ് ചിന്താഗതി ആവാതെ ബ്രോഡ് ആൻഡ് റെസിപ്പിയന്റ് ആകുമ്പോഴേ നമുക്ക് വരാനുള്ള അനുഗ്രഹങ്ങൾ കിട്ടുള്ളൂ. അപ്പം ഈ നമുക്ക് ശരിക്കും അനുഗ്രഹം വരുന്നതും പോകുന്നതും നാക്കിലൂടെയാണ്. കാരണം നമ്മൾ ഈ നാക്കിലൂടെ നമ്മൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളും കൂടി നഷ്ടമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ വേണം പറയാൻ. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോന്റെ പ്രാർത്ഥന, ഞാൻ 2-3 ചിത്രകാരന്മാരോട് പറഞ്ഞത് എനിക്ക് വീട്ടിൽ അങ്ങനെ ഒരു ചിത്രം പെയിന്റ് ചെയ്ത് വേണമെന്ന്. അതും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. കിങ് സോളമൻ ദൈവത്തോട് ചോദിച്ചത് അധികാരമോ ശത്രു സംഹാരമോ ഒന്നുമല്ല ചോദിച്ചത്, തിരിച്ചറിവ്, ജ്ഞാനം, വിവേകം, അറിവ്, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള എന്റെ ജനതയെ ഭരിക്കാനുള്ള വിവേകം തരണേ എന്നാണ് ശലോമോൻ ദൈവത്തോട് ചോദിച്ചത്. അപ്പൊ ബൈബിളിൽ പ്രാർത്ഥന, ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് യാബസിന്റെ, അതുപോലെ തന്നെ ശലോമോനെ ദൈവം അനുഗ്രഹിക്കുന്നത് ഈ ജ്ഞാനവും വിവേകവും കൊടുത്തപ്പോൾ തന്നെ സമ്പത്തും ഐശ്വര്യവും ദീർഘായുസ്സും പ്രശസ്തിയും എല്ലാം ശലോമോന് ലഭിച്ചു.